കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും ജനങ്ങൾ ബാലറ്റിലൂടെ കനത്ത പ്രഹരം നൽകിയിരിക്കുകയാണ്. തുടർച്ചയായ മൂന്നാം മൂഴം എന്ന അതിമോഹവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുമുന്നണി UDFന്റെ അതിശക്തമായ തരംഗത്തിൽ കടപുഴകി വീഴുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ദൃശ്യമാകുന്നത്. പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഭരണശൈലിക്കും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിക്കും കേരളം നൽകിയ ഈ തിരിച്ചടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനത്തെ അന്ത്യത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണ തുടർച്ച നൽകിയ അമിത ആത്മവിശ്വാസത്തിൽ പാർട്ടിയിലെ ജനകീയ മുഖങ്ങളെ വെട്ടിനിരത്തിയ പിണറായിയുടെയും സംഘത്തിന്റെയും തന്ത്രങ്ങൾ അമ്പെ പരാജയപ്പെട്ടു. കണ്ണൂരിലെ കരുത്തനായ പി ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയ നേതാക്കളെ പടിക്ക് പുറത്താക്കിയതും ഒതുക്കിയതും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വൻ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി. ജനകീയ അടിത്തറയുള്ള നേതാക്കളെ മാറ്റി നിർത്തി യഥാർത്ഥ കമ്മ്യൂണിസം മറന്നുള്ള പിണറായിയുടെ പോക്ക് തിരിച്ചടിച്ചുവെന്ന് ഫലങ്ങൾ തെളിയിക്കുകയാണ്. കോവിഡ് കാലത്ത് ജനമനസ്സുകളിൽ ഇടം നേടിയ KK ശൈലജ ടീച്ചറെ പോലുള്ളവരെ നേതാക്കളെ ബോധപൂർവം മാറ്റി നിർത്തിയത് സ്ത്രീ വോട്ടർമാരെ പാർട്ടിക്കെതിരെ തിരിച്ചു. വ്യക്തിപ്രഭാവമുള്ള നേതാക്കൾ ഉയർന്നു വരുന്നത് തടയാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ കനത്ത തിരിച്ചടിയായി CPMന് തന്നെ മാറി. പാർട്ടിയുടെ നട്ടലായിരുന്ന പഴയകാല നേതാവ് G സുധാകരനെ പരസ്യമായി അപമാനിച്ചതും ഒതുക്കിയതും മധ്യ കേരളത്തിൽ CPMന്റെ അടിത്തറ ഇളകി. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നിഴലിച്ച ധാർഷ്ട്യമാണ് ഈ പരാജയത്തിന്റെ പ്രധാന കാരണമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വീട്ടിൽ പോയി ചോദിക്കൂവെന്ന മട്ടിലുള്ള പരിഹാസങ്ങൾ ഓരോ സാധാരണക്കാരനെയും ചൊടിപ്പിച്ചു. ജനങ്ങളെ വൃദ്ധന്മാരായി കാണുന്ന ഈ ശൈലിക്ക് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റായി UDFന്റെ ഈ വമ്പിച്ച വിജയത്തെ കാണാം. അധികാരത്തിന്റെ ഗർവ് തലയ്ക്ക് പിടിച്ച നേതാക്കൾക്കുള്ള അന്ത്യശാസനമാണിത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ ആവിഷ്കരിച്ച സകല തന്ത്രങ്ങളും തകർന്ന് തരിപ്പണമായി. ജനകീയ പ്രതിരോധ ജാഥകളും മറ്റ് പ്രചാരണ പരിപാടികളും വെറും പ്രഹസനമായി മാറി. പാർട്ടിക്കുള്ളിലെ അതൃപ്തി പരിഹരിക്കുന്നതിനോ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊള്ളുന്നതിനോ ഗോവിന്ദന് സാധിച്ചില്ല. പിണറായിയുടെ നിഴലായി മാത്രം പ്രവർത്തിച്ച സെക്രട്ടറിക്ക് പാർട്ടിയെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനായില്ല എന്നത് MV ഗോവിന്ദിന്റെ കൂടി വ്യക്തിപരമായ പരാജയമാണ്. ദേശീയതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന അന്ത്യത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയെ കമ്മ്യൂണിസ്റ്റ് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പായി ഈ ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുകയാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയ്ക്കും പിന്നാലെ കേരളം ചുവപ്പൊഴിയുന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കമ്മ്യൂണിസം നാമാവശേഷമാവുകയാണ്. അധികാരമില്ലാത്ത ജനപിന്തുണയില്ലാത്ത ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി MA ബേബി മാറുന്നതോടെ CPMന്റെ പ്രസക്തി ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങും. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം മുടങ്ങിയതും പാവപ്പെട്ടവരുടെ ശാപമായി സർക്കാരിനെ വേട്ടയാടി. ആഡംബരത്തിനും ദൂർത്തിനും കുറവില്ലാത്ത സർക്കാർ പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചപ്പോൾ അതിന്റെ പ്രതിഫലനം വോട്ടെണ്ണലായി മാറി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ പോയതും കാർഷിക മേഖലയിലെ തകർച്ചയും സാധാരണക്കാരെ സർക്കാരിന്റെ ശത്രുക്കളായി മാറ്റി. യുവാക്കളെ വഞ്ചിച്ച് PSC വഴി പിൻവാതിൽ നിയമനവും പാർട്ടി നിയമനവുമെല്ലാം പിൻവാതിലൂടെ തകൃതിയായി നടന്നപ്പോൾ യുവജനങ്ങളുടെ സ്വപ്നങ്ങളും അവരുടെ അടിത്തറയും തകർന്ന് തരിപ്പണമായി. സെക്രട്ടേറിയറ്റിൽ മഴയും വെയിലും കൊണ്ട് ഈ പോലീസ് ടെസ്റ്റ് പാസ്സായ ഉദ്യോഗാർത്ഥികൾ അങ്ങേയറ്റം പ്രതിഷേധം നടന്നിട്ടും മുഖ്യമന്ത്രി എന്ന ഹിറ്റ്ലറിന്റെ കണ്ണോ മനസ്സോ അലിഞ്ഞില്ല. പരീക്ഷാ തട്ടിപ്പുകളും SFIയുടെ ഗുണ്ടായുസവും ക്യാമ്പസുകളിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് ചർച്ചയായത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. ജോലിയില്ലാതെ അലയുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ രോഷം UDFന് അനുകൂലമായ ഒരു തരംഗമായി മാറി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ കേരള ജനത ഒന്നടക്കം ബാലറ്റിൽ UDFന് നിരക്ക് കുത്തി. LDF വേണ്ട എന്ന്. അതാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചത്.